സംസ്ഥാനത്തെ എല്ലാ ഭവനരഹിതർക്കും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലൈഫ് പദ്ധതി ലോകത്തിന് മാതൃകയെന്ന് കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ കേരളം നൽകുന്നതിന്റെ പകുതി തുക പോലും ഒരു സംസ്ഥാനവും ഭവനം നിർമ്മിക്കുന്നതിന് നൽകുന്നില്ല. ഇപ്പോൾ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 75,000 രൂപയാണ് അവർ നൽകുന്ന ഒരു വീട് നിർമ്മിക്കാൻ. 75,000 രൂപ കൊണ്ട് ഒരു വീട് നിർമ്മിക്കാൻ കഴിയും. അതിലാണ് നമ്മൾ സംസ്ഥാന വിഹിതം ഏറ്റവും കൂടുതൽ കൂട്ടിവെച്ച് രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം നൽകാത്ത രീതിയിൽ ഈ ഭവന പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ. അപ്പോൾ സാധാരണക്കാരൻ്റെ വീടെന്ന സ്വപ്നം അതിന് യാഥാർത്ഥ്യമാക്കിയ 5,47,000 വരുന്ന കുടുംബങ്ങളുടെ സന്തോഷം നമ്മളൊന്ന് ആലോചിച്ചു പോയി. അതിലേക്കാണ്, ആ പൂർത്തീകരണത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തുള്ള മുഴുവൻ ഭവനരഹിതർക്ക് വീട് നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് തന്നെ നമുക്ക് ഇത്ര അധികം ആളുകൾ കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഘട്ടം ഘട്ടമായാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ച് ലഭ്യമായില്ലെങ്കിലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം, ഇതിൻ്റെ കൂടെ തന്നെ തൊഴിൽ ലഭ്യമാകുന്ന മറ്റു പദ്ധതികളൊക്കെ തന്നെ നമ്മൾ ധാരാളം നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ തന്നെ പത്യമാണ്. അപ്പോൾ പങ്കാളിത്ത വ്യവസ്ഥയിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെയുള്ള പരിപാടികൾ ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് 4,51,631 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. കൂടാതെ 95,922 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് വെച്ച് നൽകുവാനും തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനും പങ്കാളികളാകുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ ഭാരതം വളരെ പിന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ അക്കത്തിൽ വരുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ 1-ാം സ്ഥാനത്തേക്ക് എന്ന് പറയുന്ന പോലെ ഇതടുക്കണം. അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കൊച്ചു കേരളം മാറുകയാണ്. ഇതാണ് എൻ്റെ പ്രത്യേകത, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ നല്ല പദ്ധതികളുണ്ട്. ഏറ്റവും ചെറുതായി ഏറ്റവും സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, പാർപ്പിട രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, കൊച്ചു കൊച്ചു റോഡുകളുടെ പ്രവർത്തനങ്ങൾ, ജലം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ പല തരത്തിലായിട്ട് വരികയാണ്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 65 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 2191 ചതുരശ്ര അടിയിൽ കോൺഫറൻസ് ഹാൾ പണികഴിപ്പിച്ചിട്ടുള്ളത്. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.